ഹലോ എവ്രി വൺ, ഞാനിങ്ങനെ ജോലി കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് തിരിച്ച് പോകുന്നതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഐ വിൽ ഷോ യു ഗൈസ് വാട്ട് മൈ ഈവനിങ് ലുക്സ് ലൈക്ക്. എന്നാണ് നല്ല വെയിലാണ്. യോ, ഒന്നെങ്കിൽ തണുപ്പ് അല്ലെങ്കിൽ വല്ലാത്തൊരു വെയിൽ. എപ്പോൾ നോക്കിയാലും കംപ്ലൈൻറ്റ്സ് മാത്രമേ ഉള്ളൂ. യുനോ, ഇൻ കാനഡ വി ടോക്ക് എ ലോട്ട് അബൌട്ട് വെദർ. ഇന്ന് എനിക്ക് എൻ്റെ മേക്കപ്പ് ഭയങ്കര ഇഷ്ടമായി. എൻ്റെ മേക്കപ്പ് അല്ലേ, നോക്കൂ. സണ്ണിലത് നല്ല രസമുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഐ തിങ്ക് ദാറ്റ് ഈസ് ദ ബെസ്റ്റ് പാർട്ട് അബൌട്ട് മൈ ജോലി. എനിക്കിങ്ങനെ ടിപ്പ് ടോപ്പായിട്ട് പോകാൻ പറ്റും. അതൊരു പേർക്കാണ് എൻ്റെ ജോലിൻ്റെ. പേർക്ക് എന്ന് വെച്ചാൽ രാവിലെ എനിക്ക് എല്ലാ ദിവസവും പുട്ടിയടിക്കണം. അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ബട്ട് ഈവൻ ദെൻ ഐ എൻജോയ് ഇറ്റ്. പക്ഷെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ജോലിക്ക് പോകാൻ ഭയങ്കര മടിയാണ്. എനിക്കൊന്ന് പ്രഗ്നൻ്റ് ആയതിനു ശേഷമാണെന്ന് തോന്നുന്നു ഒരു മടി. പക്ഷേ മടിച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ, പൈസ വരണ്ടേ. അതുകൊണ്ടാണ് ജോലിക്ക് പോകുന്നത്. ഇതൊരു കാട് പിടിച്ച വീടാന്ന് തോന്നുന്നു ഞാൻ പോകുന്ന വഴിക്ക്. പക്ഷേ ഇവിടെ നിറയെ പൂക്കളുണ്ട്. ലൈക്ക് സോ പ്രിറ്റി. ഫുൾ ഇങ്ങനത്തെ വയലറ്റ് പൂക്കൾ. ഈ പൂവിൻ്റെ പേരൊന്നും എനിക്കറിയില്ല, പക്ഷെ നല്ല ഭംഗിയുള്ള പൂവാണ്. ഞാനിങ്ങനെ നടന്നു വരുന്ന വഴിക്ക് ഇങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഞാൻ നോട്ടീസ് ചെയ്യാറുണ്ട്. ബിക്കോസ് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു നോട്ടീസ് ദ ലിറ്റിൽ തിങ്സ് അറൗണ്ട് യു. എന്തൊരു വീല്. ഇന്നെന്താണ് നമ്മുടെ പരിപാടി? മെയിനായിട്ട് പഠിക്കണം. ഹലോ, how are you? I was taking a vlog. Do you want to say hi? Yeah. Can you say hi? Hi. Hi, this is my friend. അപ്പോൾ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാൽ we have like a few plans for the day. എന്താന്ന് വെച്ചാൽ പഠിക്കണം, അതാണ് മെയിൻ. പിന്നെ തിന്നണം, പിന്നെ എന്താ കുറച്ച് സ്കിൻ കെയർ കാര്യങ്ങളെല്ലാം ചെയ്യണം. ഈ പ്രഗ്നൻസി ടൈമിൽ എല്ലാ സാധനങ്ങളും ഒരു കയ്യിൽ പിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പം ഈ പ്രഗ്നൻസി ടൈമിൽ ഞാൻ ചെയ്യുന്ന കുറച്ച് സ്കിൻ കെയറും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഞാൻ പണ്ടത്തെ പോലെയല്ല ഇപ്പം സ്കിൻ കെയർ ചെയ്യാറ്. വളരെ നോക്കിയും കണ്ടുമാണ് സ്കിൻ കെയർ ചെയ്യാറ്. കാരണം അതെങ്ങനെയാണ്, നമ്മൾ തിരിച്ചു വന്നു, കറക്റ്റ് സ്ഥലത്ത് ചാവി വെച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു സെറ്റപ്പ്, ഭയങ്കര ഇഷ്ടമാണ് ഇത്. ഞാൻ എൻ്റെ പ്രിന്റ് ക്ലാസ്സിൽ യൂണിവേഴ്സിറ്റിയിൽ ചെയ്തപ്പം, യൂണിവേഴ്സിറ്റിയിൽ എടുത്തപ്പം ചെയ്ത ഒരു പ്രോജക്റ്റാണിത്. ഇത് ആകാശേട്ടൻ്റെ തറവാടിൻ്റെ അവിടെയുള്ള ഒരു അമ്പലമാണിത്. അതാണ് ഞാൻ പ്രിന്റ് ചെയ്തത്. ഫോട്ടോ എച്ചിങ് എന്നാണ് ഇതിന് പറയുക. പിന്നെ ഇത് ഞാൻ വരച്ച ഒരു സാധനമാണ്. പിന്നെ ഇത് ഫാബ് ഇന്ത്യയിൽ നിന്ന് വാങ്ങിയ വേറൊരു സാധനമാണ്. അതെ, യു സീ ഹൗ ഡൈവേഴ്സ് ടോപ്പിക്സ് വി ടോക്ക് ഇൻ ദിസ് വ്ലോഗ്. ജസ്റ്റ് ADHD തിങ്സ് ഗൈസ്. അയ്യോ, ഇന്നലെ ഞാൻ വീട് ആക്ച്വലി വൃത്തിയാക്കിയിട്ടാണ് പോയത്. അപ്പം ആ റൂം നോക്കണ്ട, ആ റൂം വൃത്തിയാക്കിയിട്ടില്ല. വേറെ വീട് നല്ലോണം വൃത്തിയാക്കിയിട്ടാണ്. ഞാൻ 2 ദിവസം മുമ്പേ ഞാൻ വൃത്തിയാക്കിയതാണ്. അതുകൊണ്ട് കയറി വരുമ്പോൾ നല്ലൊരു ആശ്വാസമുണ്ട്. ശരി, ജനൽ ഉറക്കട്ടെ, ചൂടെടുക്കുന്ന അമ്മേ. പൊട്ടിയാ? അപ്പറഞ്ഞ നിനക്ക് അത്ര ശക്തിയൊന്നുമില്ല. അപ്പം ആ ഡ്രസ്സ് ഭയങ്കര ചൂടാണ് അമ്മ. പിന്നെ എന്താന്ന് വെച്ചാൽ ആ ഡ്രസ്സ് ഇപ്പൊ പല ഡ്രസ്സുകളും ടൈറ്റ് ആവുന്ന ഒരു എറയിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാ ഡ്രസ്സും ടൈറ്റാണ്. ഷഡ്ഡി പോലും ഇടാൻ പറ്റാത്തൊരവസ്ഥയാണ്. അത്ര എല്ലാ സാധനങ്ങളും ഇനി പുതിയത് വാങ്ങണമെന്നാണ് തോന്നുന്നത്. പിന്നെന്തെന്നാ, ഗ്യാസിന്റെ ഒരു അസ്ക്യത. 24/7 ഗ്യാസാണ്. അതൊരു വലിയൊരു പ്രോബ്ലം ആയിട്ട് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. അപ്പം നമ്മള് ബാത്ത് റോബ് ഒക്കെ ഇട്ടു. ആൻഡ് വി ആർ ഗോയിങ് ടു റിമൂവ് അവർ മേക്കപ്പ്. നമ്മള് എല്ലാ ദിവസവും വളരെ വിലപിടിപ്പുള്ള ഫൗണ്ടേഷൻ കാര്യങ്ങൾ അതും ഇതും ഒക്കെ ഇടുമെങ്കിൽ നമ്മൾ വൈകുന്നേരം വരുമ്പോൾ നമ്മൾ അതൊക്കെ എണ്ണ തേച്ച് കളയും. അത് നിർബന്ധ.
So the first thing that I'm using here is Clinique in the Take the Day Off cleansing oil ആണ് യൂസ് ചെയ്യുന്നത്. അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മേക്കപ്പ് റിമൂവ് ചെയ്യുന്നത്. ഞാൻ എപ്പോഴും എൻ്റെ ഐ മേക്കപ്പ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ I seriously look like a raccoon. This is the face wash that I'm using. I really love this face wash. It's very gentle and super refreshing എന്ന് പറയാം. ഇത് Origins എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിന്റെ ആണ്. I work for this brand. അതുകൊണ്ട് അവരെനിക്ക് സെൻഡ് ചെയ്ത് തന്നെയാണിത്. Checks and Balances എന്ന് പറഞ്ഞിട്ടുള്ള ഒരു frothy face wash. I use this AM and PM and it's super good. അപ്പോൾ നമുക്ക് അത് വെച്ചിട്ട് കഴുകാം. So first I use this oil and then I use this face wash. അപ്പോൾ നമ്മളുടെ ഡബിൾ ക്ലെൻസിങ് സെറ്റ് ആവും. ഓക്കെ, അപ്പോൾ നമുക്ക് ഫേസ് ആൻഡ് നെക്ക് കഴുകാം. പക്ഷേ യൂസ് ചെയ്യുന്നുള്ളൂ ഇത്രയേ ഉള്ളൂ. ഒരു പീ സൈസ് എമൗണ്ട് ഫേസ് വാഷ്. മുഖം കഴുകാം. Okay, മുഖം കഴുകി and now I'm going to scrub my face. I'm using this എന്താണിത്, ഈ ബ്രാൻഡിന്റെ പേര് എനിക്ക് അറിയില്ല. ബ്യൂട്ടി ഓഫ് ജോസൺ, അതാണ് ഈ ബ്രാൻഡിന്റെ പേര്. ഇത് എന്തോ കൊറിയൻ ബ്രാൻഡാണ്. അപ്പൊ ഇതിന്റെ സ്ക്രബാണ് ഞാൻ യൂസ് ചെയ്യാറ്. സോ ഐ യൂസ് ദിസ് സ്ക്രബ് മേ ബി twice in a week. അത്ര യൂസ് ചെയ്യാറുള്ളൂ. ഭയങ്കര മൈൽഡ് ആയിട്ടുള്ള ഒരു അടിപൊളി സ്ക്രബാണിത്. ദർ ഇസ് നോ റിയലി ഹാർഡ് പാർട്ടിക്കിൾസ് ഇൻ ദിസ് സ്ക്രബ്. വെരി ജെന്റിൽ പാർട്ടിക്കിൾ. ഇതിനകത്ത് ഒരു പാർട്ടിക്കിൾ ഉണ്ടെന്ന് പോലും നമുക്ക് മനസ്സിലാവില്ല. ദിസ് ഈസ് നോട്ട് അറ്റ് ഓൾ ഹാർഷ്. ഭയങ്കര ജെന്റിൽ ആയിട്ടുള്ള ഒരു സ്ക്രബാണ്. ഇത്രേ എടുക്കുന്നുള്ളൂ, കുട്ടി കുറച്ച് ചെറിയ എമൗണ്ട്. കുറേ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആൻഡ് ഐ കോൺസെൻട്രേറ്റ് ഓൺ ഏരിയാസ് വേർ ദർ കുഡ് ബി ലൈക്ക് ഒരു ബംപ് ആയിട്ട് ഫീൽ ചെയ്യില്ലേ, അവിടെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ സ്ക്രബ് ചെയ്യാറ്. ആൻഡ് ഓൾ ഓവർ ദ ഫേസ് ആൻഡ് നെക്ക്. Already we're good and we wash it off. ഇങ്ങനെ ഫ്രഷ് ആയ പോലെ തോന്നുന്നു. It feels so good. And the next thing that we're going to do is scrub my lips. ഞാൻ 1 week ആയിട്ട് എൻ്റെ ലിപ്സ് ഞാൻ സ്ക്രബ് ചെയ്തിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ഇങ്ങനെ കുറേ എന്താ പറയാ തരിന്നുണ്ട്. സോ ഐ എം യൂസിങ് ബോഡി ഷോപ്പിന്റെ പേഴ്സ് ആൻഡ് ഷെയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷുഗർ എക്സ്ഫോളിയേറ്റർ ആണ്. ജസ്റ്റ് യൂസിങ് 2 fingers here. ജെന്റ്ലി ആണ് നമ്മൾ ഇതെല്ലാ സാധനങ്ങളും ചെയ്യേണ്ടത്. ഡോണ്ട് റഷ്, ജസ്റ്റ് ഡു ഇറ്റ് റിയലി ജെന്റ്ലി. ഇങ്ങനെ ചെയ്തിട്ട് മേ ബി ഒരു 10 minutes leave it on your lips and then കഴുകുന്നതിന് പകരം എനിക്കിഷ്ടം ഒരു ക്ലോത്ത് എടുത്തിട്ട് ഇങ്ങനെ വൈപ്പ് ചെയ്ത് കളയുന്നതാണ്. സോ വി വാഷ്ഡ് അവർ ഫേസ്, സ്ക്രബ് ഒക്കെ ചെയ്തു. ഇപ്പൊ എന്റെ സ്കിൻ ഭയങ്കര സ്മൂത്ത് ആയതുപോലെ എനിക്ക് തോന്നുന്നു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ സിമ്പിൾ സ്കിൻ കെയർ ആണ്. സോ സിൻസ് ഐ എം പ്രഗ്നന്റ് ഐ ഡോണ്ട് യൂസ് എനി ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് ലൈക്ക് റെറ്റിനോൾ അല്ലെങ്കിൽ ഇപ്പം സാലിസിലിക് ആസിഡ് ഒന്നും ഞാൻ യൂസ് ചെയ്യാറില്ല. അബ്സല്യൂട്ട്ലി നത്തിങ്. സൺസ്ക്രീൻ പോലും ഞാൻ മര്യാദയ്ക്ക് യൂസ് ചെയ്യാറില്ല. സോ സ്റ്റാർട്ടിങ് വിത്ത് മൈ ടോണർ, എസ്റ്റേ ലോഡറിന്റെ ഒരു മൈക്രോ എസൻസ് ടോണർ ആണ്. ഇപ്പൊ എന്ത് ഞാൻ യൂസ് ചെയ്യുമ്പോഴും അത് പ്രഗ്നൻസി സേഫ് ആണോ എന്ന് ChatGPT-നോട് ചോദിച്ചിട്ടേ ഞാൻ യൂസ് ചെയ്യാറുള്ളൂ. കുറച്ചെടുക്കാം, എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ ജസ്റ്റ് ലൈക്ക് ഹൈഡ്രേറ്റ്. എന്ത് മുഖത്തിരുന്നുണ്ടെങ്കിലും മേക്ക് ഷുവർ യു ടേക്ക് ദിറ്റ് ഡൗൺ ടു യുവർ നെക്ക് ടു. This dramatically different gel from Clinique. ഇതൊരു നല്ല അടിപൊളി സാധനമാണ്, എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ബട്ട് തിങ് ഈസ് ഇത് ജനറലി ഇത് ഒറ്റയ്ക്ക് യൂസ് ചെയ്യാൻ പാടില്ല. ഇറ്റ് ഷുഡ് ബി പെയർഡ് വിത്ത് another moisturizer. This is more like a lotion. അപ്പോൾ ഇത് കുറച്ചെടുക്കുക.
ഒരു പീസ് സൈസ് എമൗണ്ട് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. എമൗണ്ട് ഞാൻ കാണിച്ചിട്ടൊന്നും എനിക്ക് ഓർമ്മയില്ല. ബട്ട് കുറച്ചെടുക്കാം and then just patch it onto your skin. And then I'm using my favorite moisturizer from Clinique. It's a 100 hour auto replenishing hydrator moisturizer ആണ്. ഒരു ജെൽ ടൈപ്പ് ആണ്. അപ്പം ഇറ്റ് റിയലി ഡസന്റ് ഫീൽ ലൈക്ക് മൈ സ്കിൻ ഇസ് ഗെറ്റിംഗ് ഓർ മൈ പോർസ് ആർ ഗെറ്റിംഗ് ക്ലോഗ്ഡ് ഓർ ഭയങ്കര അങ്ങനത്തെ ഒരു ഇഷ്യൂസ് ഒന്നും ഇന്നേ വരെ ഇത് ക്രിയേറ്റ് ചെയ്തിട്ടില്ല ഫോർ മീ. റൈറ്റ്, സോ മോയ്സ്ചറൈസർ കൂടി ഇട്ടു. വേറെ ഒരു സീറംസും ഞാനിപ്പോൾ യൂസ് ചെയ്യാറില്ല. ഇത്രയേ ഉള്ളൂ എൻ്റെ സ്കിൻ കെയർ. യൂസ് സാധനം പറഞ്ഞു. ലിപ് ബാം ഏത് ലിപ് ബാം ഇടും? എനിക്ക് കുറേ ലിപ് ബാം ഉണ്ട്, അതുകൊണ്ട് എപ്പോഴും ഭയങ്കര കൺഫ്യൂഷനാണ് ഏത് ലിപ് ബാം ഇടും. ഹാങ് ഓവർ പില്ലോ ബാം ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് ഭയങ്കര ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള ഒരു ലിപ് ട്രീറ്റ്മെന്റ് ആണെന്ന് തന്നെ പറയാം. ഐ റിയലി ലവ് ഇറ്റ്. നമ്മളെ സ്കിൻ കെയർ കഴിഞ്ഞു, മുടിഞ്ചാച്ച് എത്രയേ ഉള്ളൂ സ്കിൻ കെയർ. നല്ല വിശപ്പ്. സോ ഈവനിങ്സിൽ ഞാനിപ്പോൾ ഇങ്ങനെ ജോലിയെല്ലാം കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കും. ഇപ്പം ആയിട്ട് മുന്നേ എല്ലാം കുറച്ച് നേരം എല്ലാം വെയിറ്റ് ചെയ്ത് കഴിച്ചാലും ഇപ്പം എനിക്ക് അത് പറ്റാറില്ല. കാരണം പെട്ടെന്ന് വിശക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് ഞാൻ ഇപ്പോൾ കടന്നു പോകുന്നത്. അപ്പോൾ ഇന്ന് കഴിക്കാൻ ഇന്നത്തെ സ്പെഷ്യൽ ചോർ, സാമ്പാർ, 3 മുട്ട, സ്ക്രാമ്പിൾഡ് എഗ്സ് ആണ് എനിക്കിഷ്ടം. ഹലോ, എന്താണ് കുട്ടാ? ഹായ് പറ എല്ലാവരോടും. ഹലോ. ചൂടുണ്ട് ഇന്ന് ഭയങ്കര ചൂട്, വെരി ഹോട്ട്. അനക്ക് വിശക്കുന്നു. ഗർഭയാ? ഞാൻ ഗർഭല്ലേ, അപ്പൊ എങ്ങനെയാ ഗർഭക്ക് പോവാ? ഗർഭയാ? എനിക്കപ്പൊ ഡാൻസ് കളിക്കാൻ തോന്നിയാലോ? എന്തിനാ കാണുമ്പോ കടിക്കുന്നേ? കടിച്ചിട്ട് തുപ്പലായി. വെരി ഡിസ്കസ്റ്റിംഗ് ഫെല്ലോ യു ആർ. ഇതാണ് എൻ്റെ ഇന്നത്തെ ഡിന്നർ. മുട്ട, സാമ്പാർ, അച്ചാർ, അടിയിലെ ചോറ്. ഒരു വായി തന്നു. ഒരു വായി. ഭക്ഷണമെല്ലാം കഴിച്ച് കഴിഞ്ഞ് കുമ്പെല്ലാം നിറഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനിരിക്കാം. ഈ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് പഠിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ബട്ട് ഈവൻ ദെൻ ഐ ഷുഡ് ഡു ഇറ്റ് ബിക്കോസ് എനിക്ക് ഈ ഇൻ ദ കമ്മിങ് ഡേയ്സ് ഐ ഹാവ് ലൈക്ക് എ ഫോറം ആൻഡ് എൻ അസൈൻമെന്റ് ദാറ്റ് ഇസ് ഡ്യൂ. അപ്പോൾ ചെയ്തേ പറ്റൂ, എനിക്ക് താല്പര്യമില്ലെങ്കിൽ. അപ്പം ഐ ജസ്റ്റ് ഷോ യു ലൈക്ക് എ വെരി സിമ്പിൾ സ്റ്റഡി റുട്ടീൻ ദറ്റ് ഐ ഫോളോ. പഠിക്കുമ്പം എനിക്ക് ഏറ്റവും പഠിക്കാൻ ഇഷ്ടമുള്ള ടേബിൾ ഇതാണ്. പക്ഷെ ആ ടേബിളിലാണ് ഞാൻ ഗുരുവായൂരപ്പനെയും പിന്നെ വേറെ കുറേ സാധനങ്ങളെല്ലാം വെച്ചിട്ടുള്ളത്. ഇത് സേജാണ്. പിന്നെ യൂട്യൂബിൻ്റെ പ്ലേ ബട്ടണൊക്കെ ഇവിടെ ഗുരുവായൂരപ്പൻ്റെ അടുത്ത് തന്നെ വെച്ചിട്ടുണ്ട്. അവരിപ്പം ബെസ്റ്റ് ഫ്രണ്ട്സാണ്. എന്തിനാണ് യൂട്യൂബിൻ്റെ പ്ലേ ബട്ടൺ എവിടെ വെച്ചതെന്ന് വെച്ചാൽ യൂട്യൂബ് ഈസ് മൈ അന്നം പ്രൊവൈഡർ. സോ അവിടെ വെക്കുന്നതിന് തെറ്റില്ല. പഠിക്കാനൊരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സ്പോട്ടൊന്നും എനിക്ക് ഇല്ല. ചില സമയങ്ങളിൽ വിചിത്രമാണ്. ഞാൻ ബാത്റൂമിലെല്ലാം ഇരുന്ന് പഠിക്കും. ബാത്റൂമിലിരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് കോൺസെൻട്രേഷനും പിന്നെ എല്ലാ സാധനങ്ങളും ആ ഒരു ഗ്രാസ്പിംഗ് പവർ ഭയങ്കര കൂടുതലായതുപോലെ എനിക്ക് തോന്നാറുണ്ട്. നിങ്ങൾക്കും അങ്ങനെ തോന്നാറുണ്ടോ? ചിലർക്കൊക്കെ ഐ ഡോണ്ട് നോ ഇഫ് ഇറ്റ്സ് ലൈക്ക് വിയർഡ് ഓർ നോട്ട്, ബട്ട് സംടൈംസ് ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. ബാത്റൂമിൽ പോയിട്ട് ഞാൻ പഠിക്കും. Every time I sit down to study, I make sure that എനിക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് അത്യാവശ്യമായിട്ട് വേണ്ടുന്ന എല്ലാ സാധനങ്ങളും എൻ്റെ പരിസരത്ത് തന്നെ ഉണ്ടാവും എന്ന് തന്നെ, എൻ്റെ ഒരു കയ്യെത്താവുന്ന ദൂരത്ത് ഉണ്ടാവും എന്ന് ഞാൻ മേക്ക് ഷുവർ ചെയ്യും. ബിക്കോസ് എനിക്ക് അറ്റൻഷന് ഭയങ്കര ഇഷ്യൂ ഉള്ള ഒരാളാണ്. ഒരു സാധനം അറ്റൻറ്റീവായിട്ട് ശ്രദ്ധിച്ച് ഫോക്കസ് ചെയ്ത് ചെയ്യാന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര മെനക്കെട്ട ഒരു കാര്യമാണ്. സോ വെൻ ഇറ്റ് കംസ് ടു സ്റ്റഡീസ് ഞാൻ എന്നോട് തന്നെ പല പല എക്സ്ക്യൂസസ് പറഞ്ഞ് ഞാൻ എഴുന്നേറ്റ് പോകാറുണ്ട്. അത് വിശക്കുന്നു, ഇത് തിന്നണം, അത് തിന്നണം, ഇത് കുടിക്കാൻ തോന്നുന്നു, അങ്ങനെ അങ്ങനെ ഞാൻ ഭയങ്കര ലാഗ് അടിച്ചിട്ടാണ് പഠിക്കാറ്. സോ വെൻ ഐ സിറ്റ് ഡൗൺ
ഐ ട്രൈ ടു ഫോക്കസ്. ജസ്റ്റ് ലൈക്ക് ഐ സെഡ് ബിഫോർ, എനിക്ക് ഈ അറ്റൻഷൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് ഐ ട്രൈ ടു ഫോക്കസ്. ഇഫ് ഐ എം നോട്ട് ഏബിൾ ടു ഫോക്കസ്, ഐ ടേക്ക് എ ബ്രേക്ക്. ഞാൻ ഒരിക്കലും അവിടെ തന്നെ കുത്തിയിരുന്ന് പിന്നെയും ഫോക്കസ് ചെയ്ത് പഠിക്കാൻ ഞാൻ ശ്രമിക്കാറില്ല. ബിക്കോസ് എൻ്റെ സൈക്കോളജിയിൽ, ഞാൻ സൈക്കോളജിയാണ് പഠിക്കുന്നത്, അപ്പോൾ ഇതിൽ പറയുന്നുണ്ട് അങ്ങനെ നമുക്കിപ്പോൾ ഒരു കാര്യം അപ്പം പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ യു ഷുഡൻ ഫോഴ്സ് യുവർ സെൽഫ് ടു ലൈക്ക് ഡൂ ദാറ്റ് അറ്റ് ദാറ്റ് വെരി മൊമെൻറ്റ് again and again. That's like pressurizing yourself, and your brain eventually becomes more and more overwhelmed. അപ്പം അതിന് പകരം ബ്രേക്ക് എടുത്തിട്ടാണെങ്കിലും സമാധാനമായിട്ടാണ് ഞാൻ പഠിക്കാൻ ശ്രമിക്കാറ്. ഞാൻ പഠിക്കാനിരിക്കുമ്പം എനിക്കിങ്ങനെ എന്തെങ്കിലും കുറിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. സോ ഇന്ന് ഞാനിവിടെ കുറച്ച് ആൽമണ്ട്സ്, ബദാം ആണ് കഴിക്കാൻ എടുത്തിട്ടുള്ളത്. കാരണം എനിക്ക് ഉറപ്പാണ് ഞാൻ പഠിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എണീച്ച് പോകേണ്ടി വരും എന്തെങ്കിലും തിന്നാൻ. എന്നിട്ട് ആ സാധനം എടുക്കാൻ പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് അവിടെ നിന്ന് പിന്നെ വേറെ എന്തെങ്കിലും ചിന്തിച്ച് അവിടെ നിന്ന് പിന്നെ മറ്റേത് ചെയ്യണമല്ലോ എന്ന് ആലോചിച്ച് അതിൻ്റെ ബാക്കിൽ പോയി. ഇങ്ങനെയാണ് എൻ്റെ പല കാര്യങ്ങളും എൻ്റെ ജീവിതത്തിലുള്ളത്. അതേപോലെ തന്നെ നല്ല ചൂട് ഗ്രീൻ ടീയും ഉണ്ട്. ഞാൻ എല്ലാ ദിവസവും അല്ലെങ്കിൽ എനിക്ക് തോന്നുമ്പോൾ ഞാൻ ഒരു ഗ്രീൻ ടീ കുടിക്കാറുണ്ട്. എന്നെപ്പോലത്തെ ഇങ്ങനെ അറ്റൻഷൻ ഇഷ്യൂ ഉള്ള ആൾക്കാർക്ക് അവർ പഠിക്കാനിരിക്കുമ്പം സ്റ്റഡീസിൽ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ പല ഇമ്പോർട്ടൻറ്റ് ആയിട്ടുള്ള ഡേറ്റ്സും കാര്യങ്ങളെല്ലാം മറന്നു പോകാന്നുള്ളത്. ഐ ഓൾവേസ് ഫൊർഗെറ്റ് മൈ ഫോറം സബ്മിഷൻ ഡേറ്റ്സ്, അസൈൻമെൻറ്റ് ഡേറ്റ്സ്, ഇങ്ങനെ എന്ത് ഡേറ്റ്സ് ഉണ്ടെങ്കിലും ഞാൻ മറക്കും. സോ അതിന് ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു സാധനം എന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഒരു പേപ്പറാണ്. ഇതെൻ്റെ കോളേജിൽ നിന്ന് തന്നെ തരുന്ന ഒരു സബ്ജക്റ്റിൻ്റെ സിലബസ് ആണ്. if your prof doesn't provide that syllabus in a paper like that, I would say just write down the important dates. ഇതൊന്നും ഞാൻ പണ്ട് ചെയ്യാത്ത കാര്യങ്ങളായിരുന്നു. ഞാൻ ഇപ്പം ഇവിടെ വന്നതിന് ശേഷമാണ് ഇങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി പഠിക്കുന്നത് ഈസി ആക്കാമെന്ന് ഞാൻ മനസ്സിലാക്കിയത്. സോ ദാറ്റ് ഈസ് വെൻ ഐ സ്റ്റാർട്ടഡ് ഡൂയിങ് ദിസ്. സോ ഐ മേക്ക് ഷുവർ ടു ഹൈലൈറ്റ് അല്ലെങ്കിൽ ഫ്രീക്വൻ്റ് ആയിട്ട് ഞാൻ ഇതിനകത്തുള്ള ഈ ഡേറ്റ്സും കാര്യങ്ങളും എല്ലാം ഞാൻ നോക്കിക്കൊണ്ടിരിക്കും. എവറി ഡേ ഞാൻ നോക്കും. സോ ദാറ്റ് എൻ്റെ മെമ്മറിയിലേക്ക് അത് ഫീഡ് ആവുന്നത് വരെ ഞാൻ നോക്കിക്കൊണ്ടേയിരിക്കും. ഓൾ മൈ സൈക്കോളജി പ്രൊഫസേഴ്സ് ദേ ഫ്രീക്വൻ്റ്ലി ടെൽ ദിസ് ടു അസ്. ഇതിപ്പം എല്ലാവർക്കും അറിയുന്ന സാധനം തന്നെയാണ്. ഇതിപ്പോൾ സൈക്കോളജി പഠിച്ചുകൊണ്ട് അല്ലെങ്കിൽ സൈക്കോളജി പ്രൊഫസേഴ്സ് ഇത് പറയുന്നതുകൊണ്ട് ഇത് അങ്ങനെയല്ല, എല്ലാവർക്കും ഇത് അറിയുന്ന സാധനം തന്നെയാണ്. സോ ഓൾ മൈ പ്രൊഫസേഴ്സ് ഓൾവേസ് ടെൽ മീ ദാറ്റ്, എന്നോട് മാത്രമല്ല പൊതുവെ സ്റ്റുഡൻസിനോട് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് നോട്ട് റെക്കമെൻഡഡ് ടു ബോംബാർഡ് യുവർ ബ്രെയിൻ വിത്ത് എ ലോട്ട് ഓഫ് ഇൻഫർമേഷൻ on the previous day of your exam എന്നാണ് ഇവരെല്ലാവരും പറയാറ്. എൻ്റെ ഒരു സ്വഭാവം വെച്ചിട്ട് ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ പരീക്ഷേൻ്റെ തലേ ദിവസമാണ് അയ്യോ ഇതെല്ലാം പഠിക്കാനുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ അലറി വിളിച്ച് ആ ദിവസം മൊത്തം ഞാൻ ഇരുന്ന് നോട്ട്സ് എഴുതി ഇങ്ങനെ എന്തിരനെ പോലെ ഇങ്ങനെ നോക്കിയിട്ടെല്ലാം ഞാൻ പഠിക്കാൻ ശ്രമിക്കുന്നത്. ബട്ട് ഐ അണ്ടർസ്റ്റുഡ് ദാറ്റ് ഈസ് അബ്സല്യൂട്ട് ക്രാപ്പ്. അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ ഡെഫിനറ്റ്ലി ഉണ്ടാവും. അങ്ങനെ പഠിച്ച് അപ്പം തന്നെ എന്താ പറയുക ലാസ്റ്റ് ഡേ പഠിച്ച് നല്ലോണം മാർക്ക് കിട്ടുന്ന ആൾക്കാരുണ്ടാവും. ആൻഡ് അൺഫോർച്ചുനേറ്റ്ലി ഞാൻ അങ്ങനെയുള്ള ഒരാളല്ല. ഞാനിപ്പോൾ പറയുന്നത് സൈക്കോളജിക്കലി ആൻഡ് സയൻറ്റിഫിക് ടേമിലാണ് ഞാനിത് പറയുന്നത്. ഇറ്റ് ഈസ് ഓൾവേസ് ഇമ്പോർട്ടൻറ്റ് ദാറ്റ് യു ഫീഡ് ലിറ്റിൽ ബിറ്റ് ഓഫ് ഇൻഫർമേഷൻ ഫ്രം ദ വെരി ബിഗിനിങ്. ഇപ്പോൾ നമ്മൾ പഠിക്കുമ്പം ഒരു കോഴ്സ് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റ് പഠിക്കുമ്പം ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് യു ഫീഡ് യുവർ ബ്രെയിൻ ബിറ്റ് ബൈ അല്ലെങ്കിൽ ഒരു പീസ് ബൈ പീസ് ആയിട്ട് പഠിപ്പിച്ച് കൊടുത്താലാണ് ഈവൻച്വലി നമ്മളെ ബ്രെയിനിന് അത് നമ്മളുടെ ലോങ് ടേം മെമ്മറിയിലേക്ക് പതിപ്പിക്കാൻ പറ്റാം. ഇപ്പം ഞാൻ മാക്സിമം മേക്ക് ഷുവർ ചെയ്യാറുണ്ട് ദാറ്റ് ഞാൻ അവസാന ദിവസത്തേക്ക് ഒരു ടോപ്പിക്ക് ഞാൻ മാറ്റി വെക്കൂല എന്നുള്ളത്. ഐ ട്രൈ ഈവൻ ദോ എനിക്കത് മൊത്തമായിട്ട് പറ്റൂലെങ്കിലും
ഐ റിയലി ട്രൈ, ബിക്കോസ് ട്രൈയിങ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഞാൻ ട്രൈ ചെയ്തിട്ടാ ട്രൈ അങ്ങനെ പറയാൻ പറ്റണം. So when I got pregnant, I was very doubtful to myself, like എനിക്ക് ഈ ഡിഗ്രി പഠിച്ചു കഴിയാൻ പറ്റുമോ, എനിക്ക് ഒരു നെക്സ്റ്റ് ഇയർ ഒരു പകുതി വരെ എൻ്റെ കോഴ്സ് ഉണ്ടാവും, എന്നാലും എൻ്റെ ബാച്ചിലർ 4 കൊല്ലത്തെ ബാച്ചിലർ ഞാൻ പഠിച്ചു തീരൂ. സോ ഐ വാസ് വെരി ഡൗട്ട്ഫുൾ. പക്ഷേ അപ്പോഴാണ് ആകാശേട്ടൻ്റെ അമ്മ, എൻ്റെ അമ്മായി അമ്മ എന്നോട് റെക്കമെൻഡ് ചെയ്തത്, മോളെ whatever happens, we are going to study no matter what. So I've decided to take classes. എൻ്റെ ഡ്യൂ ഡേറ്റ് വരുന്നത് ഡിസംബറിലാണ്. അപ്പം ഡിസംബർ മിഡ് വരെ എനിക്ക് ക്ലാസ്സുകൾ ഉണ്ടാവും. അതിന് മുമ്പാണ് ഡ്യൂ ഡേറ്റ് പറഞ്ഞിട്ടുള്ളത്. സോ ഐ റിയലി ഡോണ്ട് നോ വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. ഞാൻ ചില സമയം ചിന്തിക്കുന്ന ഒരു സിനാരിയോ എന്താണെന്ന് വെച്ചാൽ, ഐ എം സിറ്റിംഗ് ഇൻ മൈ ക്ലാസ് ഒരു ഡിസംബറിലുള്ള എൻ്റെ ഒരു ക്ലാസ്സിൽ ഞാനിങ്ങനെ ഇരിക്കുമ്പം എൻ്റെ വാട്ടർ ബ്രേക്ക് ആവുന്നു. ആൻഡ് ഐ സ്റ്റാൻഡ് അപ്പ് ആൻഡ് ടെൽ മൈ prof, hi prof, my water broke, can you do something, can you call the ambulance? ഇതാണ് ഞാൻ ആലോചിക്കുന്ന ഒരു സിനാരിയോ. ഐ ഡോണ്ട് നോ ഇഫ് ഐ എം ലൈക്ക് മാനിഫെസ്റ്റിംഗ് ദറ്റ് എൻറ്റയർ സിനാരിയോ. അത് ആലോചിക്കുമ്പോൾ എനിക്ക് പേടിയാവുന്നുണ്ട് കേട്ടോ. ഞാൻ എന്നെ തന്നെ ചാലഞ്ച് ചെയ്യാനുള്ളൊരു വേറൊരു കാര്യമുണ്ട്. എൻ്റെ അച്ചമ്മക്ക് 6 കുട്ടികളാണ്. അപ്പോൾ അച്ചമ്മേൻ്റെ പ്രസവ സ്റ്റോറീസ് ഒക്കെ പറയുന്നത് ഭയങ്കര വിറ്റാണ്. അപ്പം ഇങ്ങനെയാണ് സംസാരിക്കുക. എൻ്റെ അച്ഛനെ ഞാൻ വീട്ടിൽ നിന്നാണ് പ്രസവിച്ചേ, എന്തെന്നാന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പണിയെടുത്ത് തിരിച്ചു വന്ന് തുണിയെല്ലാം അലക്കി തോട്ടിലെല്ലാം കുളിച്ചിട്ട് ഇങ്ങനെ കയറി വരുമ്പോൾ എനിക്കൊരു വേന വന്ന്. അപ്പോൾ അവിടെ ഞാൻ വീട്ടിൽ പോയി. നമ്മളെ വീട്ടിലെല്ലാം ഇങ്ങനെ ഒരു ചെറിയൊരു സ്ഥലം ഉണ്ടാവും, അവിടെ നിന്നാണ് നമ്മളെല്ലാം പ്രസവിക്കുക. അപ്പോൾ അവിടെ എൻ്റെ ഏതൊരു കുടുംബക്കാരി ഉണ്ടേനു, ഓള് വിളക്ക് കത്തിച്ചന്ന്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് പ്രസവിച്ച് ഇങ്ങനെ കുട്ടികളെല്ലാം ഇങ്ങനെ പ്രസവിച്ചിട്ട് എന്നുള്ള രീതിയിലാണ് സംസാരിക്കുക അച്ചമ്മ. കിടിലാന്ന് അച്ചമ്മ. അപ്പോൾ ഒരു പോയിന്റിൽ ഷീ ഈസ് റിയലി മൈ ഇൻസ്പിറേഷൻ വെൻ ഇറ്റ് കംസ് ടു കുട്ടികൾ. അത്ര 6 മക്കളുടെ ഇൻസ്പിറേഷൻ അല്ല ഞാൻ പറയുന്നത്, ആ ഒരു മനക്കരുത്താണ് ഞാൻ പറയുന്നത്. അതേപോലെ തന്നെ എൻ്റെ അമ്മൂമ്മ അന്ത കാലത്തെ വില്ലേജ് ഓഫീസറായിരുന്നു. അപ്പം 3 മക്കളുണ്ട്. അപ്പോൾ ഈ ലൈക്ക് ഇവരെല്ലാം ടു ദ വെരി എൻഡ് ഓഫ് ദ ഡെലിവറി അവർ ജോലിക്ക് പോയിട്ടുണ്ട്, അവർ പണിയെടുത്തിട്ടുണ്ട്. ഈ സ്റ്റോറീസ് ഒക്കെ കേൾക്കുമ്പം ഐ വോണ്ട് ടു മേക്ക് ഷുവർ ടു മൈ സെൽഫ് ദറ്റ് even for my pregnancy, I'm not going to sit down. I'll listen to my body. If my body tells me like, Aparna, you should take rest today, I'll take rest today. If my body tells me, Aparna, you should go dance today, I'll go dance. I think that is very important, listening to your body. അപ്പം ഞാൻ തീരുമാനിച്ചിട്ടുള്ളത്, ഈവൻ ബേബി വന്നു കഴിഞ്ഞിട്ടും എൻ്റെ അവസ്ഥ കുറച്ച് ഓക്കെ ആണെങ്കിൽ ഞാൻ പഠിക്കാൻ പോവും. ഈ ഡിഗ്രി നോ മാറ്റർ വാട്ട് ഈ കറക്റ്റ് ടൈമിന് ഞാൻ ഫിനിഷ് ചെയ്യുമെന്ന് ഞാൻ എന്നോട് തന്നെ ചാലഞ്ച് ചെയ്തിട്ടുണ്ട്. മേ ബി എനിക്കറിയില്ല കേട്ടോ, ലൈക്ക് നോ ബഡി നോസ് വാട്ട്സ് ഗോണ ഹാപ്പൻ. സോ ആ ഒരു ടൈമിൽ എനിക്ക് എന്താണ് തോന്നുന്നത് ഞാൻ അത് ചെയ്യും. ബട്ട് ഇപ്പം ആസ് ഓഫ് നൗ ഐ ഹവ് ഡിസൈഡഡ് ദറ്റ് ഐ വിൽ ഡു എവറിത്തിങ്. എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ഞാൻ ചെയ്യും. അതാണ് എൻ്റെ എല്ലാ സബ്ജക്റ്റും ഒരു സ്ഥലത്ത് തന്നെയാണ് ഞാൻ എഴുതാറ്. ഇതിനകത്ത് ചില സമയം കുറച്ച് സൈക്കോളജി ഉണ്ടാവും, കുറച്ച് സെറാമിക്സിൻ്റെ ഐഡിയാസ് ഉണ്ടാവും. ഇപ്പം ഞാൻ പഠിക്കുന്നത് ഇൻഡിജീനിയസ് 100 ആണ്. സോ ഈ ക്ലാസ്സിൽ എന്താ പറയുക, നേറ്റീവ് അമേരിക്കൻസിനെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. മാക്സിമം നോട്ട്സ് എഴുതിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രദ്ധിക്കും. മാക്സിമം നോട്ട്സ് എന്ന് വെച്ചാൽ മേ ബി എന്താ പറയുക, ഇതിനകത്ത് കാണിച്ചു തരാൻ പറ്റുമോ നോക്കട്ടെ. ജിയോ കൾച്ചറൽ റീജിയൻസ് ഇതൊരു എക്സാമ്പിളാണ്. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്ലാസ്സിൽ നമ്മളിരിക്കുമ്പം മാക്സിമം കുട്ടി വേർഡ്സിൽ നമ്മൾ ഒരു നോട്ട്സ് എഴുതി വെച്ച് കഴിഞ്ഞാൽ അതെങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മളുടെ ബ്രെയിനിലേക്ക് നമ്മൾ ആ വേർഡ് വായിക്കുമ്പം that word really takes us back to that lecture and we remember some of the things that the prof told. അങ്ങനെയാണ് ഞാനിപ്പം പല കാര്യങ്ങളും ഫിഗർ ഔട്ട് ചെയ്യാറ്. മാക്സിമം ചെറിയ വേർഡ്സിലാണ്, വലിയ ലോങ് സെൻറ്റൻസിൽ ഞാൻ എഴുതാറില്ല. കുട്ടി വേർഡ്സ് ആയിട്ട് ഞാൻ അവിടെ ഇവിടെയും എഴുതി വെക്കും. സോ ദാറ്റ് ഐ അണ്ടർസ്റ്റാൻഡ് ആൻഡ്
ആ ഒരു കാര്യം റിയലി, ആ ഒരു പോയിന്റ് റിയലി ടേക്സ് മീ ബാക്ക് ടു ദാറ്റ് ലെക്ചർ. സോ ഇറ്റ്സ് ബിൻ എ വൈൽ ഞാൻ പഠിക്കാൻ തുടങ്ങിയിട്ട്. ആൻഡ് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എൻ്റെ ലൊക്കേഷൻ മാറി എൻ്റെ ബെഡിൽ വന്നിരിക്കാൻ ഇരുന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് വിചാരിച്ചു. ബിക്കോസ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എനിക്ക് പല പല ലൊക്കേഷനിൽ ഇരുന്ന് പഠിക്കുന്നതാണ് ഇഷ്ടം. ആൻഡ് ഐ തിങ്ക് ഇറ്റ്സ് എനിക്ക് ഉറക്കം വരുന്നു. സോ ഇറ്റ്സ് ഹൈ ടൈം ഐ ഷുഡ് ഗോ ടു സ്ലീപ്പ്. അപ്പം ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ്, എസ്പെഷ്യലി ഞാൻ പഠിച്ച് കഴിഞ്ഞെന്നല്ല, കുറച്ച് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കാം ആൻഡ് റിലാക്സ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ അറോമ തെറാപ്പി ചെയ്യാറുണ്ട്. എൻ്റെ പല വീഡിയോസിലും ഞാൻ ഒരുപാട് പ്രാവശ്യങ്ങളായി അറോമ തെറാപ്പി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ അറോമ തെറാപ്പി ഒക്കെ ചെയ്തിട്ടാണ് ഉറങ്ങുക. അപ്പം തന്നെ ഭയങ്കര റിലാക്സ്ഡ് ആവും, ഭയങ്കര ചില്ലാവും ഞാൻ. അല്ലെങ്കിൽ ചില്ലാണ്. അറോമ തെറാപ്പി ചെയ്താൽ ഞാൻ കുറച്ചും കൂടി ചില്ലാവും. ആൻഡ് എനിക്ക് ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് എൻ്റെ റൂം മൊത്തം ഇങ്ങനെ എൻ്റെ സോൾട്ട് ലാമ്പെല്ലാം ഇങ്ങനെ ലൈറ്റപ്പ് ചെയ്യുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇത് സോൾട്ട് ലാമ്പ് ലൈറ്റപ്പ് ചെയ്യും. ഓൾസോ എൻ്റെ ഫെയറി ലൈറ്റ്സ്. ആൻഡ് ഓൾസോ ഇതിനകത്ത് ഒരു റാന്തലിന് മാത്രമേ ബാറ്ററി ഉള്ളൂ. റാന്തലാണോ? ഈ ഒരു കുന്തത്തിൽ വേറെ ഇതില്ല. രാത്രി എൻ്റെ റൂം കാണാൻ നല്ല രസമാണ്. കാണുന്നുണ്ട് പറയില്ല, പക്ഷെ വെരി പ്രിറ്റി. ഇതാണ് എൻ്റെ അറോമ തെറാപ്പീൻ്റെ സെറ്റപ്പ്. ക്യൂട്ടല്ലേ? ഇതിനകത്ത് ഇപ്പോൾ ഒരു കുട്ടി ക്യാൻഡിൽ കത്തിച്ചിട്ടുണ്ട്, മേലെ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇതൊന്ന് വോമായി വരുമ്പോൾ നമ്മൾ എസെൻഷ്യൽ ഓയിൽ ഒഴിക്കും. സോ ഇതാണ് എൻ്റെ എസെൻഷ്യൽ ഓയിലിൻ്റെ സെറ്റ്. ഐ ഗോട്ട് ഇറ്റ് ഫ്രം ആമസോൺ ആൻഡ് ഐ ഡിസൈഡഡ് I'll go with peppermint today. And ഇതിൻ്റെ ഒരു 2 drops is more than enough. 3 അത്രേ ഉള്ളൂ. ആൻഡ് കുറച്ച് നേരം മെഡിറ്റേറ്റ് ചെയ്യാം. എന്നിട്ട് ഞാൻ കിടന്ന് ഉറങ്ങും. കാരണം ഇന്ന് അത്ര പഠിച്ചാൽ മതി. ഇന്ന് ഇനിയും എൻ്റെ ബ്രെയിനിനെ വീണ്ടും സ്ട്രെസ് അല്ലെങ്കിൽ ഫോഴ്സ് ചെയ്തിട്ട് പലതും ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. സോ ബാക്കിയുള്ളത് നാളെ പഠിക്കും. അത്രയേ ഉള്ളൂ. ദാറ്റ് ഈസ് ദ ബെസ്റ്റ് തിങ്. നമ്മൾ എക്സാമിന് മുമ്പേ കുറച്ചായിട്ട് പഠിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ അതെപ്പോഴും ബെനിഫിഷ്യൽ ആയിരിക്കും. പരീക്ഷയെല്ലാം വരുമ്പം. ഓക്കെ, അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ. I'll be meditating and then I'll go to sleep. So that's it for today. ഇതെൻ്റെ ഒരു വളരെ റാൻഡം ആയിട്ടുള്ളൊരു വീഡിയോ ആണിത്. ഐ ഹോപ്പ് യു ഗൈസ് ലൈക്ക് ദറ്റ്. അപ്പം ഇത്രയേ ഉള്ളൂ. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ, ബൈ.